സ്റ്റാൻഡാക്കി വെച്ചോ, പോയോടെ റൂമിൽ മണം വിടണ്ട നോക്കി വെച്ചല്ലോ. വീഡിയോ കണ്ടു തുപ്പി നിഹാദെ, വീഡിയോ കണ്ടു. റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചൂടായിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാത്ത ആരുമില്ല ലോകത്ത്. ആരും വലിയ ഡീസന്റ് ഒന്നും ആവണ്ട. പക്ഷേ തെറി വിളിക്കാനായിട്ട് മാത്രം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഇവരെ പോലുള്ള ആൾക്കാരുടെ അക്കൗണ്ട് തീർച്ചയായിട്ടും ബാൻ ചെയ്യണം. നമസ്കാരം ഗൈസ്. അപ്പൊ നമ്മുടെ ഹെലനോസ് പാട്ട, നമ്മുടെ പാട്ട ചേച്ചി എല്ലാവർക്കും അറിയാം, ആരും അറിയാണ്ടൊന്നുമില്ല. നാവിന്റെ തുമ്പത്ത് സരസ്വതി വിളങ്ങുന്ന നല്ല മഹത്തായിട്ടുള്ള മലയാള അർത്ഥവാക്കുകള് ജനങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നല്ല രീതിക്കുള്ള ഭാഷാ സ്ഫുടതയോടുകൂടി സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്ന് വെച്ചാൽ പച്ചത്തെറിയാണ്. അപ്പൊ ഈ കുട്ടി ഇപ്പോ കുട്ടിയല്ല, ഏതാണ്ട് നമ്മുടെ ഏജ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പം ആള് 90s കിഡാണ് കേട്ടോ, അത് ആദ്യം പ്രത്യേകം പറയാം. അപ്പൊ എന്ന് പറഞ്ഞാല് MR സെറ്റ് ഗ്യാങ്ങിനെയാണ് അപ്പൊ ഇപ്പൊ പാട്ടയുടെ എന്താ പറയാ ഈ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാല് MR സെറ്റ് ഗ്യാങ്ങിൽ തൊപ്പി പറയുന്ന പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് കൊച്ചു കുട്ടികളോടാന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളുന്നുണ്ട്. അതായത് ഞാൻ പറയുന്നു, MR സെറ്റ് ഗ്യാങ് പണ്ട് കാലത്ത് കുറച്ചു കാലം മുമ്പ് ജനങ്ങൾ പറഞ്ഞിരുന്നത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂൾ എന്നൊക്കെയാണ് ഇവരെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഇതിന്റെ അകത്ത് സംഭവിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുകയാണ്. ചളിവാരി എറിയുമ്പോൾ പല കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട്. പച്ചത്തെറി എന്ന് പറഞ്ഞാല് പച്ചത്തെറി ഒരിക്കലും നമുക്ക് ഫാമിലി ആയിട്ട് പോലും അല്ലെ കുട്ടികൾക്കൊന്നും ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പച്ചത്തെറിയാണ് ഇവർ പറയുന്നത്. പലതരത്തിലുള്ള മാ പി എം ഒക്കെ വെച്ചിട്ടുള്ള പല 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 രീതിക്കുള്ള തെറികള്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു. പക്ഷെ എനിക്ക് ഇതിന്റെ അകത്ത് പറയാനുള്ളത്, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പറയാറുണ്ട്, അതായത് കാലില്ലാത്തവൻ വിരലില്ലാത്തവനെ കളിയാക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു ഹെലനോസ് പാട്ട എന്ന് പറയുന്ന ഈ ഒരു കുട്ടിക്ക് എന്താണ് ഇവരെ കളിയാക്കാനുള്ള യോഗ്യതയുള്ളത്? അല്ലെങ്കിൽ ഇവര് പറയുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള യോഗ്യത ഇവക്കൊരിക്കലും ഇല്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നാവിന്റെ തുമ്പത്ത് ഇതുപോലുള്ള പച്ചത്തെറികൾ മാത്രം വിളിക്കാൻ വരുന്ന ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു വ്ളോഗറാണ് ഈ ഒരു ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് അവളുടെ പല വീഡിയോസും കാണാം. ഇപ്പൊ ഈ ഒരു വീഡിയോസിന്റെ അകത്ത് തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ തൊപ്പി ആ ഒരു കാറിന്റെ അകത്ത് ഇരുന്ന് കാണിച്ച ഒരു വൃത്തികെട്ട കാര്യം, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ ലേഡീസിനെ കുറിച്ച് പറഞ്ഞ കാര്യം, ഓക്കെ, അതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ ഈ ഹെലനോസ് പാട്ട എന്ന് പറയുന്ന ഒരാൾക്ക് ഇവരെ പറയാനുള്ള യാതൊരുവിധ യോഗ്യത ഇല്ല എന്ന് ഞാൻ പറയും. കാരണം ഇവള് ഇതിന്റെ അകത്ത് ഇട്ട ഒരു കമന്റ് ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇപ്പൊ സ്ത്രീകൾക്ക് എന്ത് ചെറ്റത്തരവും പറയാം, ആണുങ്ങൾക്ക് പറയാൻ പാടില്ല എന്നുള്ളൊരു ന്യായം ഉണ്ടല്ലോ, അത് പൂട്ടിക്കെട്ടി അവിടെ വീട്ടിൽ വെക്കാൻ പറ്റത്തേ ഉള്ളൂ. ഈ ഹെലനോസ് പാട്ട ഈ ഒരു കമന്റ് ബോക്സിൽ ഒരാൾക്ക് റിപ്ലൈ ചെയ്ത ഒരു കമന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം, എന്നിട്ട് ഈ വീഡിയോയും കാണിക്കാം. നിങ്ങളൊന്ന് കണ്ടുനോക്ക്, മൊത്തമായിട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കുക കമന്റും ഈ ഒരു വീഡിയോ, എന്നിട്ട് നിങ്ങൾ പറ എത്രത്തോളം അധപ്പതിച്ചു ഇവളെ പോലുള്ള ആൾക്കാർ എന്നുള്ള കാര്യം. MR സെറ്റ് ഗ്യാങ് കച്ചറയാ, ഓക്കെ, നമ്മൾ സമ്മതിച്ചു. അതിന്റെ അകത്ത് ഇപ്പൊ എന്തൊക്കെയോ കച്ചറകൾ നടക്കുന്നുണ്ട്, അതിപ്പോ പോലീസ് തെളിയിച്ചോളും എന്താ കാര്യം എന്നൊക്കെ. ഇപ്പൊ DGP ഒക്കെ ഓർഡർ ഇട്ട് അന്വേഷണം നടക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ ഹെലനോസ് പാട്ട ഇട്ട ഒരു കമന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് നമുക്ക് കാണാം. അവളിട്ടൊരു കമന്റാണ് ഇത്, നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം ആരെ വെച്ചാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം, മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ. കുഞ്ഞു പിള്ളേരോടാണ്, തൊപ്പി ഫാൻസ് ഇല്ലേ കുഞ്ഞു പിള്ളേരെ, നിങ്ങളോടാണ് ട്ടാ. നിങ്ങളെ തൊപ്പിച്ചേട്ടൻ എല്ലാം തെളിയിക്കും. തൊപ്പിച്ചേട്ടൻ തെളിയിച്ച ഒരു സാധനം അയച്ച് കാണിച്ചു തരട്ടെ മക്കൾക്ക്. അവിടെ ഞാൻ സപ്ലൈ ഇറങ്ങിയിട്ടുണ്ട്, സപ്ലൈ എത്തിയിട്ടുണ്ട്. ആ ക്യാപ്പ് എടുത്ത് ശരത്തിന്റെ സെറ്റാക്കി വെച്ചോ, പോയോടെ റൂമിൽ മണം വിടണ്ട നോക്കി വെച്ചല്ലോ. വീഡിയോ കണ്ടു തുപ്പി നിഹാദെ, വീഡിയോ കണ്ടു. ഇത് ഞങ്ങൾ വിശ്വസിക്കട്ടെ? ഇത് ആണോ? തൊപ്പിന്റെ കാറിൽ ഇരുന്ന് എടുത്ത വീഡിയോ, തൊപ്പി വൈക്കേ കൂടെ പിന്നെ സ്ത്രീകൾ നടന്നു പോകുന്ന സമയത്ത് നോക്കി വെച്ചോ. ബ്രസ്റ്റിന്റെ സൈസ്, ബ്രസ്റ്റ് എങ്ങനെയാണ്, ബ്രസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. റൂമിലെത്തി നമുക്ക് വാണം വിടാനുള്ളതാണ് എന്നൊക്കെ. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിഹാദെ? എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? അയ്യോ, സ്ത്രീകളെ ഡിസ്റെസ്പെക്ട് ചെയ്തേന് മമ്മൂന്റെ മുഖത്ത് ചവിട്ടിയാണ് നിന്റെ ഏടെ ചവിട്ടണ്ടേ? എടാ, വൈക്കേ പോകുന്ന പെമ്പിള്ളറായിട്ട് സ്ത്രീകളാവട്ടെ പെൺകുട്ടികളാവട്ടെ, നിന്റെ ഏടെ ചവിട്ടണ്ടേ ഞങ്ങള്? ഈ പറഞ്ഞേ നീ ഓ വലിയ ഇളക്കി ആന്നടാ അല്ല നിങ്ങെല്ലാം എന്നാടാ വിശ്വസിക്കുന്നീ? കൊറേ ആള് ഒന്ന് സങ്കടം, തൊപ്പിക്ക് സങ്കടായി. കൊറേ ആളത് വിശ്വസിച്ചിട്ട്. എടാ, ഏതൊരാൾക്കും മനസ്സിലാവും അത് ഏയും ചൊപ്പയൊന്നും അല്ലാന്ന്. മനസ്സിലായില്ലേ? ഇന്റെ വോയിസ് തന്നെയാന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് നീ കൂടുതൽ ഇളക്കല്ല.
റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചൂടായിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാത്ത ആരുമില്ല ലോകത്ത്. ആരും വലിയ ഡീസന്റ് ഒന്നും ആവണ്ട. പക്ഷേ തെറി വിളിക്കാനായിട്ട് മാത്രം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഇവരെ പോലുള്ള ആൾക്കാരുടെ അക്കൗണ്ട് തീർച്ചയായിട്ടും ബാൻ ചെയ്യണം. കാരണം പെണ്ണാണെന്നുള്ള ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴും പിടിച്ചേക്കുന്നത്. ഒരുപാട് കോഴികളുണ്ട്, പെണ്ണാണ് 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 പെണ്ണിന്റെ പുറകെ നടന്ന് പെണ്ണിന്റെ വായിലിരിക്കുന്ന സകല തെറിവിളിയും. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, ഈ ഹസ്ബൻഡ് ഓർ വൈഫ് തന്നെ ഉണ്ട് പല ആൾക്കാരും. ഇപ്പം ഭർത്താവിന്റെ തന്തക്ക് വിളിച്ചാൽ പോലും അവൻ കേട്ട് നിന്നിട്ട് അതിനെ ചിരിച്ചു തള്ളുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പട്ടികളുടെ ഇന്റർവ്യൂ എടുക്കാനും ഒരുപാട് കോമാളികളും ഉണ്ട്. എടാ, ഈ ലോകത്ത് ആണിനും പെണ്ണിനും തുല്യ അവകാശം തന്നെയാണ്. പെണ്ണ് പറയുന്ന എല്ലാ തെറികളും കേട്ടേക്കേണ്ട ആവശ്യമൊന്നും ആണിനില്ല. തുല്യ അവകാശമാണെങ്കിൽ പരസ്പരം ആ ഒരു എക്സ്പെക്ടേഷൻ എന്തായാലും വേണം. ചില ആൾക്കാരുണ്ട്, പെണ്ണ് പറയുന്ന എല്ലാ തെറികളും കേട്ടുന്ന ഒരു കുഴപ്പമില്ല, മനസമാധാനത്തോട് ചിരിച്ചു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഹെലനോസ് പാർട്ടിന്റെ വീഡിയോ കാണുന്നത്. ഇപ്പം MRZ ഗ്യാങ്ങിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ അകത്ത് ഇപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞാല്, ഒരു കാലഘട്ടം കൂട്ടമായിരുന്നു, എല്ലാ കാര്യങ്ങളും നടന്നു. പിന്നെ പൈസ തന്നെയാണ് പ്രശ്നം. ഒരാൾ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പല ആൾക്കാർക്കും ചൊറിയും. ഇപ്പൊ അതിന്റെ അകത്തൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പം മെഹർ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇവരുടെ കൂടെ പോയതിന് അവരെ ചോദ്യം ചെയ്യണമെന്ന് വരെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പരസ്പരം ഡ്രഗ് ഉപയോഗിക്കുന്നെന്ന് പറയുന്നത്, അപ്പുറം ഇപ്പുറമുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങൾ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ജനങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള സെക്ഷൽ പോസ്റ്റ് വരെ ഇവർ ഇതിന്റെ അകത്ത് പോസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിയമ നടപടി വന്ന് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസുകാർ നടത്തുമെന്നും അത് കണ്ടുപിടിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, പക്ഷേ ഈ ഹെലനോസ് പാട്ട എന്ന് പറയുന്ന കുട്ടി ഇവിടെ വന്ന് വളരെ മാന്യമായിട്ട് അഭിനയിക്കുകയാണ്. ഇവളുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ തെറികളാണ് ഇവള് വിളിക്കുന്നതെന്നും. ഞാനിപ്പോ ആ ഒരു കമന്റ് വായിച്ചു, ആ ഒരു കമന്റ് നിങ്ങൾ കണ്ടു. ഒരിക്കലും ഒരു ആൺകുട്ടിയോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവള് പറഞ്ഞിട്ടുള്ളത്. എത്ര സിമ്പിൾ ആയിട്ടാണ് ഇവൾ ആ കമന്റ് ഇട്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര സിമ്പിൾ ആയിട്ടാണ്. ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, ഭർത്താവ് എന്ന് പറയുന്ന അവൻ കാണില്ലേ ഈ ഒരു കാര്യം? അല്ലെങ്കിൽ അവന് ഇത് സപ്പോർട്ടാണോ? അല്ലെങ്കിൽ ഇവളുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരാളിപ്പോ ലോകത്തുണ്ടാവാം. അച്ഛൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും വളരെ വിലപ്പെട്ട ഒരാൾക്കാരാണ്. അപ്പൊ അവരൊക്കെ ഈ ഒരു കമന്റ് കാണുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം പെണ്ണാണെന്ന് കരുതി എന്ത് കമന്റ് വിടാന്നാണോ? അവൾ ഒരാൾക്ക് റിപ്ലൈ കൊടുത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള കമന്റാണ്. ഇതിന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനൊരു കാര്യം ഞാൻ പറയാം, ഇവിടെ തെറി വിളിക്കാത്തത് ആരുമില്ല ഞാൻ പറയാം. പക്ഷേ തെറി വിളിക്കാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരുടെ ചാനൽ തീർച്ചയായിട്ടും പൂട്ടിക്കെട്ടണം എന്നേ ഞാൻ പറയുള്ളൂ. അത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഗവൺമെന്റും പോലീസും തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ചെറിയ ചെറിയ കുട്ടികളാണ് മൊബൈൽ എടുത്ത് കളിക്കുന്നത്. അപ്പൊ ഇവള് പറഞ്ഞത് MRZ ഗ്യാങ്ങിനെ കുറിച്ചാണ് ഇവള് കുറ്റം പറഞ്ഞത്. ഇവക്ക് യാതൊരുവിധ യോഗ്യതയും ഇല്ല പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇവളുടെ വീഡിയോ കാണുന്ന കുട്ടികളും തീർച്ചയായിട്ടും വഴിതെറ്റും. കാരണം അത്തരത്തിലുള്ള തെമ്മാടിത്തര ചീത്ത വിളിയാണ് ഇവളും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, എന്റെ ഒരു കാഴ്ചപ്പാടില് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എന്റെ റിക്വസ്റ്റ് ഗവൺമെന്റിനോടും ബഹുമാനപ്പെട്ട പോലീസുകാരോടുമാണ്. കാരണം എന്ന് വെച്ചാല് ആൺ പെൺ വ്യത്യാസമില്ലാതെ സോഷ്യൽ മീഡിയയിൽ തെറി മാത്രം വിളിക്കുന്ന ഇവരെ പോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇവരുടെ ചാനലും ബാൻ ചെയ്യണം. അതിന് തക്കതായിട്ടുള്ള ശിക്ഷയും കൊടുക്കണം. ഒരുപാട് ബഹുമാനിക്കുന്നു പോലീസുകാരാ. സാർമാരെ ഒരു കാര്യം പറയാം, സാർമാരെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ചീത്ത മാത്രം വിളിക്കാൻ വരുന്ന ആൾക്കാരുടെ ചാനൽ ബാൻ ചെയ്യും വേണം. തീർച്ചയായിട്ടും അവർക്ക് പണിഷ്മെന്റും കൊടുക്കണം. കാരണം ഒരുപാട് വളർന്നു വരുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ പോകണമെങ്കിൽ, നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഇവരെ പോലുള്ള ആൾക്കാരുടെ ചാനൽ ഇനി ഉണ്ടാവാൻ പാടില്ല. താങ്ക് യു. ഒരുപാട് നമ്മൾ വിശ്വസിക്കുന്നു കേരള പോലീസിലും നമ്മുടെ ഗവൺമെന്റിലും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവർക്കൊക്കെ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമ നടപടി ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി റിയാക്ട് ചെയ്യേണ്ടത് ജനങ്ങളാണ്. എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ എന്ന് പറ നിങ്ങൾ. താങ്ക് യു.